ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇതേ നിങ്ങൾക്ക് ഞങ്ങൾ യാത്രയിലാണെന്ന് മനസ്സിലായി കേട്ടോ. അപ്പോൾ യാത്രയിൽ ഇതേ പോകുന്ന വഴി നമ്മൾ വഴി കണ്ടിട്ട് അമ്മയ്ക്ക് ഇതേ ഒരു ഷൂ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണേ. അപ്പോൾ നമ്മുടെ കുട്ടന്മാരുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി അമർത്തി നമ്മുടെ തുടർന്നുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ നമ്മളൊരു ചെറിയതായിട്ട് എന്നാൽ വലുതായിട്ടൊരു ലോങ് ഡ്രൈവിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ അതിൻ്റെ അതിമനോഹരമായ രമണീയമായ ഭംഗികളൊക്കെ ആസ്വദിച്ച് വെറുതെ ചളുവൊക്കെ അടിച്ചടിച്ചടിച്ച് എന്നാലും കാഴ്ചകളൊക്കെ കണ്ടു കാണാം കേട്ടോ പോകുന്നത്. ഇതൊരു 2 ആഴ്ചക്കുള്ളിലാവും എൻ്റെ ഫോണിൽ ഇങ്ങനെ എടുത്ത് വെച്ചിട്ട്. കാരണം സമയമില്ലായിരുന്നു, മടിയായിരുന്നു എന്ന് വെച്ചാൽ മടിയായിരുന്നു, നേരമില്ലായിരുന്നു എന്ന് വെച്ചാൽ തൊണ്ടയ്ക്കും പാടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ കുട്ടന്മാരുടെ ചാനൽ നിങ്ങൾ സ്ഥിരമായിട്ട് കാണുകയാണെങ്കിൽ ഇതിൻ്റെ ഫുൾ ലോങ് വീഡിയോ കാണണം കേട്ടോ. ഇതിൻ്റെ അവസാനത്ത് കുറച്ച് ട്വിസ്റ്റും കുറച്ച് സംഭവ വികാസങ്ങളൊക്കെ ഉണ്ട്. അതെന്താണെന്ന് ഞാൻ വൈകാതെ പറയുന്നതായിരിക്കും. നിങ്ങൾക്ക് കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കേണ്ടല്ലോ. അങ്ങനെ നമ്മൾ രണ്ട് സൈഡിലും ഈ കണ്ടലും മുഴുവൻ കായലും അങ്ങനെ ആ ഒരു നല്ല ഭംഗിയാണ് കേട്ടോ വ്യൂ കാണാൻ പോകുന്നത്. നമ്മളിത് നമ്മുടെ ആലപ്പിയിലുള്ള വീഡിയോ എടുക്കണമെന്ന് പ്രതീക്ഷയല്ല, ഷോർട്ട് വീഡിയോയിൽ ഒതുക്കാമെന്ന് വിചാരിച്ചാണ്. പിന്നെയാണ് വിചാരിച്ചത് എന്തായാലും നമ്മൾ പോകുമല്ലേ, അപ്പോൾ ലോങ് വീഡിയോയിലേക്ക് ആക്കാമെന്ന്. അപ്പോൾ ഈ ആലപ്പിയിലുള്ള നമ്മുടെ അർത്തുങ്ക പള്ളിയിൽ പെരുന്നാളായിട്ട് നമ്മൾ പോകുന്ന വീഡിയോ എനിക്ക് ഇപ്പോഴാണ് പോസ്റ്റ് ചെയ്യാൻ പറ്റിയത്. നമ്മൾ പെരുന്നാളിനാണ് കേട്ടോ പോയത്. 8-ാം പെരുന്നാളോ 18-ാം പെരുന്നാളോ അങ്ങനെ എന്തൊക്കെയാണ്. നട തുറക്കൽ കഴിഞ്ഞിട്ട് നമ്മൾ പോയതാണ്. ജോക്കുട്ടൻ ചേട്ടായി അത്യാവശ്യം നല്ല അങ്ങോട്ട് പോയപ്പോൾ നമുക്ക് ശരിക്കും മുഷിഞ്ഞു കേട്ടോ. ഒത്തിരി നേരം വണ്ടിക്കകത്ത് ഇരിക്കുന്നത് എനിക്ക് തോന്നി. നമ്മുടെ മാലാഖയിലാണ് നമ്മൾ വണ്ടി തിരിച്ചേക്കുന്നത്. അപ്പോൾ അത് അങ്ങനെ നമ്മളിത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ജോക്കുട്ടൻ ചേട്ടായി ഉറങ്ങി, നമ്മുടെ ഡാവിക്കുട്ടനും ഇടയ്ക്കൊക്കെ ഉറങ്ങുന്നുണ്ട്. ഞാനും അമ്മയും ഇങ്ങനെ ചീർപ്പായി ഇങ്ങനെ ഉറക്കം തൂങ്ങിയൊക്കെ ഇരിക്കുന്നതാണ്. ഇത് നമ്മൾ നമ്മുടെ ചെല്ലാനം റൂട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഇത് എല്ലാവരും ഉറക്കമായി, 2 പേര് നല്ല ഉറക്കമായി. അപ്പോൾ ഞാനും അമ്മയും കൂടി ഉറക്കം നിന്നാണ് കാണുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ട്രിപ്പിൽ കൂടി പോകുന്ന മുഴുവനൊന്നും കാണിക്കുന്നില്ല. അതെ രാജഗിരി ചേർത്തല എത്തി എന്നൊക്കെ പറഞ്ഞ് ആ ചെല്ലാനം റൂട്ട് പോയത് കാരണം അത്യാവശ്യം തിരക്കൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് കയറുന്നതാണേ. നമ്മൾ പള്ളി എത്താറാവുമ്പോൾ ഇനി കാണിച്ചു തരാമെന്ന് വിചാരിക്കുന്നത്. ചേർത്തല എത്തി ഏതായിട്ട് ഞാൻ അവിടുത്തെ മതിലിലാണ് കാണിക്കുന്നത് കേട്ടോ. ഇത് ഇവിടുത്തെ ഇങ്ങനെ ചേർത്തല കയറുന്നതിന് മുമ്പുള്ളൊരു പള്ളിയാണ്. ഇതെൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ പള്ളിയാണ് കേട്ടോ. അങ്ങനെ ഈ തിരക്കൊക്കെ തുടങ്ങി. ഇവിടുന്നേ സ്റ്റോളിങ്ങനെ ഉണ്ട് കേട്ടോ അകത്തേക്ക് പോകുമ്പോഴേ. അപ്പോൾ എനിക്ക് പേഴ്സണലി ഒത്തിരി ഇഷ്ടപ്പെട്ടുള്ള സ്ഥലവും വെച്ചാൽ ഒരു പള്ളിയുമാണ്. എനിക്ക് കുറേ മെമ്മറീസ് ഉള്ളൊരു പള്ളിയാണ്. അതേപോലെ തന്നെ ഞങ്ങളെല്ലാ പെരുന്നാളിലും മാക്സിമം വരാൻ പറ്റുമെന്നാണെങ്കിൽ വരും, ഇല്ലാതെ ചില വർഷങ്ങളിൽ മുടങ്ങി പോകാറുണ്ട്. കഴിഞ്ഞ വർഷം നമ്മൾ വന്നില്ലായിരുന്നു. അതിൻ്റെ മുമ്പത്തെ വർഷം ജോക്കുട്ടൻ ചേട്ടായി ആയിട്ട് വന്നായിരുന്നു. കഴിഞ്ഞ വർഷം നമ്മുടെ ഡാവിക്കുട്ടൻ വന്നതല്ലേ ഉള്ളൂ. അപ്പോൾ അത് കാരണം വരാൻ പറ്റിയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ അർത്തുങ്കപ്പള്ളി ഇപ്പോൾ ലൈറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടില്ല, കാരണം ഇരുട്ടി വരുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പോകാറാകുമ്പോൾ ലൈറ്റും കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് അപ്പം തന്നെ ഒരു അമ്മാമ്മ ഓടി വന്ന് മക്കളെ എൻ്റെ കയ്യിൽ നിന്ന് തിരി വാങ്ങിക്കുമെന്നും പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ തിരി വാങ്ങിച്ചപ്പോൾ അമ്മാമ്മ ഞങ്ങൾ അനുഗ്രഹിച്ചു വിട്ടു കേട്ടോ. നിങ്ങൾക്ക് നല്ലത് വരട്ടെ. അപ്പം നമുക്ക് ഈ എന്തോ ഒരു പോസിറ്റീവ് വൈബ് കിട്ടിയതുപോലെ ആയിരുന്നേ. അങ്ങനെ ഞങ്ങൾ ഈ കടയുടെയൊക്കെ ബഹളത്തിൻ്റെ ഇടയിൽ കൂടി അങ്ങോട്ട് കയറുന്നതാണേ. അപ്പോൾ ഞങ്ങൾ പറയുമായിരുന്നു നട തുറന്ന് ഇത്രയും ദിവസം കഴിഞ്ഞില്ലേ, പെരുന്നാളൊക്കെ കഴിയാറായി, തിരക്കുണ്ടാവില്ല എന്ന് പ്രതീക്ഷിച്ച് പോയതാണ്. പക്ഷെ വമ്പ തിരക്കായിരുന്നു കേട്ടോ. പെട്ടുപോയി എന്ന് വേണം പറയാൻ. പക്ഷെ എന്തായാലും ഇവിടം വരെ വന്നതല്ലേ, പുണ്യാളിനെ കാണാനായിട്ട് പോകുന്നത് ശരിയല്ലോ എന്ന് ഓർത്തിട്ട് നമ്മൾ എന്തായാലും കുഞ്ഞിനെയും കൊണ്ടത്. ഈ കാണുന്നത് മുഴുവൻ ക്യൂ ആണ് കേട്ടോ. ഈ ക്യൂ അങ്ങ് നിൽക്കുന്നത് നട തുറന്ന് പുണ്യാളിനെ കയറി കാണാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത് ക്യൂ ആണേ. നമ്മൾ ഈ ഒരു ഗേറ്റൊക്കെ കെട്ടിയേക്കുന്നുണ്ടോ. അപ്പോൾ ഇത് ലൈറ്റൊക്കെ ഇട്ടേക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയാണ്. വെട്ടം വരുമ്പോൾ ഞാൻ കാണിച്ചു തരാമെന്ന് ഓർക്കുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ നടന്ന് പള്ളിയുടെ ഫ്രണ്ടിലെത്തി. ഈ കാണുന്ന ജനമെല്ലാം അമ്പെഴുന്നള്ളിപ്പുണ്ട് കേട്ടോ. ഒരു സെക്ഷനായിട്ട് അമ്പെഴുന്നള്ളിപ്പം നമുക്ക് രൂപമുത്താം കേരളം അങ്ങനെയൊക്കെ ആയിട്ട് കയറാം കേട്ടോ. ഈ ചെണ്ടമേളവും വാദ്യോപകരണങ്ങളും ഒക്കെ ആയിട്ട് അമ്പെഴുന്നള്ളിപ്പിക്ക് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് നേരെ ഡയറക്റ്റ്ലി കയറാം കേട്ടോ. ഈ ഒരു ആർച്ച് കണ്ടോ, ആ വാതിൽ കണ്ടോ, അതാണ് ഒരു നട തുറപ്പിൽ ഇതായിട്ട് വെച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ആ അമ്മാമ്മയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച തിരിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിത് ഈ ക്യൂവിൽ കയറി എന്തായാലും രൂപം മുത്തണ്ട്. നമ്മുടെ ജോക്കുട്ടൻ ഡാവിക്കുട്ടൻ്റെ ഫസ്റ്റ് ടൈം ഒരു വിസിറ്റാണ് കേട്ടോ. അപ്പോൾ ഇത് അവിടുത്തെ ഒരു നേർച്ചയാണ്. അമ്പെടുക്കാനുള്ള ആഗ്രഹമുള്ളവർ
അമ്പെടുത്തിട്ട് ഇങ്ങനെ നമ്മളിത് ഇങ്ങനെ ആ കുടമുത്തുകുടയായിട്ട് അതിൻ്റെ അവിടെ ഒരു പാട്ടൊക്കെ ആയിട്ട് നമുക്കങ്ങനെ പള്ളിയിലേക്ക് കയറാൻ കേട്ടോ. അപ്പോൾ നമ്മൾ അതിന് അമ്പെടുക്കാനൊക്കെ ഒന്നും പോയില്ല. അപ്പോൾ നമ്മൾ എന്തായാലും ഇത്രയും വരെ കയറി വന്നത് എനിക്കും ദൈവത്തിനും അറിയാം. കാരണം അമ്മാതിരി തിരക്കായിരുന്നു. ജിജോയുടെ കയ്യിലായിരുന്നു കുഞ്ഞു. നമ്മൾ ജോക്കുട്ടൻ ചേട്ടായി അമ്മാമ്മയൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നത്. ഇത്തിരി പാട് പെട്ടെന്നാണെങ്കിലും നമ്മൾ കയറി. പക്ഷെ രൂപം മുത്താനോ അവിടെ കയറി നമുക്ക് പുണ്യാളനെ കാണാനേ പറ്റുള്ളൂ. രൂപം മുത്താനോ തൊടാനോ പറ്റില്ല, അത്രയും ഹൈറ്റിൽ വെക്കുകയാണ്. പിന്നെ നമുക്ക് ഇത്രയും തിരക്കോട് കൂടി തന്നെ കയറിയിട്ട് നമുക്ക് അമ്പ് കൊടുക്കാൻ പറ്റും കേട്ടോ അവിടെ തന്നെ. അപ്പോൾ ഇതെല്ലാം ക്യൂ ആണ്. ഈ ഒരു തിരക്ക് നിങ്ങൾ കാണുന്നുണ്ട്. ഇത് ഭയങ്കര കൺജസ്റ്റഡ് ആണ് കേട്ടോ. ഒത്തിരി വയസ്സുന്ന ആളുകളും കുട്ടികളും എല്ലാവരും ഉണ്ട്. ഭയങ്കര സഫോക്കേഷനാണ്. പക്ഷേ ഇങ്ങനെ ഇത്രയും ഇടിയുണ്ട് അങ്ങോട്ട് ഉള്ളിലേക്ക് കയറി നമ്മൾ ആ ഒരു പോയിന്റിൽ എത്തുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫീലാണ് കേട്ടോ. അത് നിങ്ങൾക്ക് എനിക്ക് പറഞ്ഞറിയിക്കാൻ കഴിയത്തില്ല. അപ്പോൾ നമ്മളിത് ഈ പള്ളിയുടെ അകത്തെത്തി പുണ്യാളനെ കണ്ടു. ഈ നട തുറക്കൽ ഇവിടുത്തെ ഒരു വലിയ ഐതിഹ്യമാണ്. ഒത്തിരി ഐതിഹ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, എനിക്കത് പറഞ്ഞു തരാൻ അറിയത്തില്ല. അപ്പോൾ ഇതാണ് കേട്ടോ പള്ളിയുടെ നമ്മുടെ അകത്ത ഒരു ഇത്. അതാണ് ഓൾട്ടറും കാര്യങ്ങളൊക്കെ. അപ്പം ഇങ്ങനെ രൂപമുത്തലും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് നിങ്ങൾക്ക് ആ ഓൾട്ടറും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തന്നു. അപ്പോൾ അത് ഈ നേർച്ചയൊക്കെ വാങ്ങിച്ചിട്ട് നമുക്ക് പള്ളിയിലേക്ക് തിരിച്ച് നമ്മൾ രൂപമുത്തിയിട്ട് അങ്ങ് ഇറങ്ങും. ഇത് പള്ളിയുടെ സൈഡിലെ വ്യൂ ഒക്കെ ഞാൻ കാണിച്ചു തന്നതാണേ. നല്ല രസമാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ പോകാത്തവർ വരാത്തവരൊക്കെ ഉണ്ടെന്നാണെങ്കിൽ വന്ന് ഈ സമയങ്ങളിൽ കാണുകയാണെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ ഞങ്ങളങ്ങനെ കണ്ട് പിന്നെ അടിമ കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മുടെ ജിജോപ്പനെ നോക്കി നിൽക്കുക. അവർ ആ സൈഡിൽ കൂടിയാണ് കേട്ടോ ഇറങ്ങിയത്. അപ്പോൾ ഈ കപ്പലിൻ്റെ ഷേപ്പിലൊരു രൂപം അവിടെ ഒരു നമ്മുടെ ഇങ്ങനെ എന്താ പറയുന്നത്, എനിക്ക് രൂപവും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ കയറി നമുക്ക് പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ഞങ്ങൾ പഴയ പള്ളിയും പുതിയ പള്ളിയുമായിട്ടാണ് കേട്ടോ നിൽക്കുന്നത്. അപ്പോൾ പഴയ പള്ളിയിൽ കയറാൻ ഞാൻ ഇതാണ് പഴയ പള്ളി. എല്ലാ പ്രാവശ്യവും നമ്മൾ വരുന്നത് കാരണം വലിയ പ്രത്യേകിച്ച് നമുക്ക് അങ്ങനെ കാര്യങ്ങൾ നമ്മൾ പഴയ പള്ളിയിലും കയറി പുതിയ പള്ളിയിലും കയറി നിങ്ങൾക്ക് ചുറ്റി നടന്ന് കാണിക്കാനോ എടുക്കാനും പറ്റിയില്ല. നമ്മുടെ ഡാവിക്കുട്ടിനെ കൊണ്ട് നേർച്ച ഇടുന്നതാണ് കണ്ടത്. അങ്ങനെ നമ്മൾ ഈ കുഞ്ഞി ആർച്ചിൽ കൂടി അങ്ങ് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. ഞങ്ങൾ ആദ്യം വരുമ്പോൾ ഭയങ്കര ക്യൂരിയോസിറ്റിയോടെ കയറുകയും ഇറങ്ങുകയും ചെയ്ത് കളിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണ്. ഇപ്പോൾ നമ്മുടെ ഡാവിക്കുട്ടിനെ അതേ കണക്ക് കാണിക്കിടാടി എന്നും പറഞ്ഞ് ഞങ്ങൾ കാണിച്ചു കൊടുത്തു. ഇത് നമ്മുടെ ഫ്രണ്ടിൽ കാണുന്നത് പുതിയ പള്ളിയും ഇപ്പോൾ ബാക്കിൽ കാണുന്നത് പഴയ. അപ്പോൾ നമ്മൾ ഇവിടെ ഇങ്ങനെ ഒരു അത്താഴത്തിൻ്റെ ഒരു സ്റ്റാച്ചുവും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ നേരിട്ട് കാണാൻ. എന്നിട്ട് നമ്മളിത് ആ കപ്പലിൻ്റെ ആ ഒരു അതിനകത്ത് കയറും കേട്ടോ. അതിൽ നിന്നുള്ള വ്യൂ ആണ്. അവിടെ നമ്മുടെ രൂപം വെച്ചിട്ടുണ്ട്. ഇപ്പോഴാണ് നമുക്ക് നമ്മുടെ പെരുന്നാൾ വൈബ് അറിയിക്കാൻ പറ്റുന്നത്. കാരണം ലൈറ്റെല്ലാം തെളിഞ്ഞു, ഓൾമോസ്റ്റ് ഇരുട്ടും കാര്യങ്ങളൊക്കെ ആയി കേട്ടോ. അപ്പോൾ ഞാൻ ആ ഷിപ്പിൻ്റെ മോഡലിൽ നിൽക്കുന്ന നമ്മുടെ ആ രൂപത്തിൻ്റെ അകത്ത് നിന്ന് നമുക്ക് താഴത്തേക്കുള്ള വ്യൂ ഒക്കെ നല്ല രീതിയിൽ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ അതൊക്കെ അങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. ആ ഷിപ്പിൽ നിന്ന് താഴത്തേക്ക് സൈഡിൽ കൂടി ഒരു പോക്കറ്റ് വഴിയുണ്ട്. അതിൽ കൂടി ഞാൻ താഴെക്കൂടി ഇങ്ങനെ ഊണ്ടിറങ്ങി കേട്ടോ. അപ്പോൾ അമ്മ അവിടെ പോയി അരവണയുടെ പായസം വാങ്ങിച്ചുകൊണ്ട് വന്നേ. ഒരു രക്ഷയില്ലാത്ത പായസമായിരുന്നു. സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. നമ്മുടെ അരവണ പായസമായിരുന്നേ. അത് 60 രൂപ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ ആദ്യം ഇവിടെ ഇറങ്ങിയപ്പോൾ തന്നെ ഒരു അമ്മാമ്മയുടെ കയ്യിൽ നിന്ന് തിരിവാങ്ങിച്ചില്ലായിരുന്നോ? അത് നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് നിന്ന് കത്തിക്കുന്നതാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. അങ്ങനെ നമ്മളെല്ലാവരും കൂടി തിരിയൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ച് നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പുണ്യാളുടെ അടുത്ത് നമ്മൾ ഇറങ്ങാൻ പോകുന്നതാണേ. അപ്പോൾ ജോക്കുട്ടൻ ചേട്ടായും ഡാഡിയും കൂടി അപ്പുറത്ത് വെള്ളം കുടിക്കാനോ അങ്ങനെ എന്തോത്തിനൊക്കെ പോയിട്ട് തിരിച്ച് വരുന്നതാണേ കാണുന്നത്. അപ്പോൾ ഞാൻ അവർക്കും കൂടി തിരി കൊടുത്തു. നമ്മളെല്ലാവരും കൂടി തിരിയൊക്കെ കത്തിച്ച് നീങ്ങിയിട്ട് അമ്മ അവിടുന്ന് പായസം അരവണ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. നല്ല ടേസ്റ്റ് ആയിരുന്നേ സാധനം. ഞങ്ങൾ അവിടെ വെച്ച് തന്നെ കഴിച്ചു കേട്ടോ. എന്നിട്ട് ഡാഡിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഡാഡി പറഞ്ഞു ഒന്നും കൂടി പോയി വാങ്ങിച്ചുകൊണ്ട് വാന്ന് പറഞ്ഞ് അമ്മേനെ പറഞ്ഞ് വിട്ടേക്കുകയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഓരോന്ന് എടുത്തുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് തന്നെ വെച്ചിട്ട് ഞങ്ങൾ അരവണ കഴിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. നല്ല ടേസ്റ്റി സാധനമായിരുന്നേ. അപ്പോൾ ഡാഡി ആ ഒരു ബൗൾ തന്നെ അങ്ങോട്ട് എടുത്തുകൊണ്ട് പോയി. കാരണം അപ്പാപ്പനും ജിത്തൂങ്കിക്കൊക്കെ നേർച്ച കൊടുക്കണ്ടേ. അപ്പോൾ അത് കാരണം അമ്മ അങ്ങനെ അടുത്തത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയപ്പോഴേക്കും ഞങ്ങൾ ഈ കടയുടെ സൈഡിൽ കൂടി ഇങ്ങനെ നടക്കുന്നതാണ് കാണുന്നത്. ഇരുട്ടും തോറും ഇങ്ങനെ ആളുകളുടെ ബഹളം ആളനക്കം കൂടിക്കൂടി തുടങ്ങിയപ്പോഴേക്കും എനിക്ക് പേടിയായിട്ടോ. അപ്പോൾ ഞാൻ തിരിച്ച് അമ്മേനെ കാണുന്നില്ലല്ലോ എന്നും പറഞ്ഞ് ഞാനും ജോക്കുട്ടൻ ചേട്ടായി അവിടെ പോയി നിന്നിട്ട് തിരിച്ച് വിളിച്ചുകൊണ്ടാണ് കേട്ടോ വന്നത്. കാരണം ഡാഡി അങ്ങോട്ട് നടന്നപ്പോഴേക്കും പിന്നെ ഇനി തിരക്കൊക്കെ ആയിക്കഴിഞ്ഞാൽ അമ്മേനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമെന്ന് ഓർത്തിട്ട് നമ്മളിത് തിരിച്ച് വിളിച്ച് നമ്മൾ ഒരുമിച്ച് നടക്കുന്നതാണേ കണ്ടത്. അപ്പോൾ ഞങ്ങൾ ബാഗൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് 2-3 കടയിൽ കയറി. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മുടെ എറണാകുളത്ത് കിട്ടാത്ത ബാഗാണോ ഇവിടെ കിട്ടാമെന്നൊക്കെ പറഞ്ഞു. ഓരോന്നൊക്കെ പറഞ്ഞ് വാങ്ങിക്കാതിരിക്കാനുള്ള ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടോ. അങ്ങനെ അതൊക്കെ വാങ്ങിക്കാൻ അവസാനം എന്തെങ്കിലും വാങ്ങിക്കണമെന്ന് ഓർത്ത് നമ്മൾ ഓരോ ഫ്ലേവേർഡ് ഐസ്ക്രീം വാങ്ങിച്ചു കേട്ടോ.
അങ്ങനെ ദേ ആ ചെറുക്കനെ കൊണ്ട് പണിയെടുപ്പിച്ച് നമ്മളെല്ലാവരും ഓരോരോ ഫ്ലേവർ വാങ്ങിച്ചു. അവൻ സ്ട്രോബെറി, അമ്മാമ്മ മാംഗോ, ഞാൻ ചോക്ലേറ്റ് ആണെന്ന് തോന്നുന്നു കേട്ടോ, ഉറപ്പില്ല. അങ്ങനെ അതൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ വഴുതിയിലെ നമ്മുടെ പാർക്കിംഗ് വരെ അതും നക്കിയൊക്കെ നടന്നു കേട്ടോ. അപ്പോൾ ഡാഡിക്ക് വേണ്ടാന്ന് പറഞ്ഞത് കാരണം നമ്മൾ വാങ്ങിച്ചില്ല. ദേ ഇപ്പം അമ്മാമ്മ മാംഗോ ആണ് കഴിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ വെള്ളം കുടിക്കണമെന്ന് ആലോചിച്ചാണ്. അപ്പോൾ ഞങ്ങൾ പിന്നെ ഓർത്തിന് ഐസ്ക്രീം കഴിക്കാം. അപ്പോൾ ദേ ഏകദേശം നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിൽ നല്ല ഇരുട്ടി കേട്ടോ. അപ്പോൾ ദേ ലൈറ്റും കാര്യങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്, ഇങ്ങനെ സൂം ചെയ്ത് കാണിച്ചു തരുന്നുണ്ട്. നല്ല രസമില്ലേ കാണാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ കളർ ചേഞ്ച് ചെയ്ത് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടെ. നമുക്കിങ്ങനെ വിഷ്വലി നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയായിരുന്നു. പിന്നെ നമ്മുടെ ഡാവിക്കുട്ടിന് കുറച്ച് പൊരിയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു. അത് ഇങ്ങനെ തിരക്കൊക്കെ ആയതുകൊണ്ട് നമ്മൾ വേഗം കയറിയതാണ് വണ്ടിയിൽ. അപ്പോൾ അത് കാരണം അങ്ങനെ വലുതായിട്ട് എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഇനി ഈ ഇരുട്ടത്തിരുന്ന് തപ്പിയിരുന്ന് ഓട്ടയ്ക്കകത്ത് വണ്ടി വീഡിയോ എടുക്കണ്ടല്ലോ എന്ന് ഓർത്ത് നമ്മൾ പാട്ടൊക്കെ ഇട്ട് നല്ല രീതിയിൽ ഇങ്ങോട്ട് വന്നപ്പോൾ നമുക്ക് ഒത്തിരി പെട്ടെന്ന് എത്തിയതുപോലെ തോന്നി. അങ്ങോട്ട് പോയപ്പോൾ ലാഗി പോയത്. നമ്മുടെ ഇവിടെ ചീനവലയൊക്കെയാണ് കേട്ടോ. നമ്മുടെ സൈഡ് എത്തി, നമ്മുടെ കുമ്പളങ്ങി സൈഡൊക്കെ എത്തി. അങ്ങനെ ആ ചീനവലയും കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങോട്ട് പോയ കണ്ടവും വെള്ളമൊക്കെയാണ് ഇപ്പം കാണുന്നത് കേട്ടോ. നല്ല ലൈറ്റും വെട്ടമൊക്കെ ഇട്ട് നേരിട്ട് കാണാൻ നല്ല ഭംഗിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ കണ്ടിട്ട് നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വണ്ടിയിൽ പാട്ടൊക്കെ ഇട്ട് ഞങ്ങൾ വേഗം എത്തി കേട്ടോ. അങ്ങോട്ട് പോയപ്പോൾ ഉള്ള ഒരു ദൂരം ഇങ്ങോട്ട് വന്നപ്പോൾ നമുക്ക് പേഴ്സണലി തോന്നിയില്ല. അങ്ങനെ ദേ നമ്മുടെ ഇവിടെ എത്തിക്കഴിയുമ്പോൾ ഫ്ലാറ്റിൻ്റെ ഒരു മയമാണല്ലോ മൊത്തത്തിൽ. അങ്ങനെ എന്ത് ചെയ്യുക, ഫ്ലാറ്റൊക്കെ കാണിച്ചു തന്നു. തിരിച്ച് എനിക്ക് വിശന്ന് കുരുങ്ങി പണ്ടാരം അടങ്ങിയെന്ന് വേണം പറയാൻ. അപ്പോൾ ദേ നമ്മൾ വന്ന പാടെ കട്ടൻ ചായ ഇട്ടു. അമ്മമാർക്ക് ബ്രെഡ് ഓംപ്ലേറ്റും ഉണ്ടാക്കി കഴിക്കട്ടേ തീർന്നിരുന്നു കേട്ടോ. അപ്പോൾ അമ്മ നോമ്പായതുകൊണ്ട് അമ്മ നമ്മൾ അമ്മയായിട്ടൊക്കെ ഒന്നും വാങ്ങിച്ചില്ല. അപ്പോൾ തിരിച്ച് വന്നപ്പോഴേക്കും അമ്മ ദേ ഞങ്ങൾക്ക് 3 പേർക്കും കൂടി ഷവർമയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. ഞങ്ങൾ അതൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ. നമ്മൾ കുറച്ച് കഴിയുമ്പോൾ വീട്ടിലേക്കൊക്കെ പോകണം. ഇന്ന് മീറ്റിംഗ് എന്തൊക്കെ കൂടാൻ പോയിട്ട് ആ വഴി നമ്മൾ പള്ളിയിൽ പോയതാണേ. എൻ്റെ ഷോർട്സ് കണ്ടവർക്ക് മനസ്സിലായിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോയി. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെന്നാണെങ്കിൽ ഡു ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ വീട്ടിൽ പോയിട്ട് അവസാനം ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ആദ്യം തന്നെ പറഞ്ഞില്ലേ പണി വെച്ചിട്ടുണ്ട് അവറാച്ചാന്ന്. ഇത് കുത്തിയിരുന്ന് എനിക്ക് മീറ്റിങ്ങിന് പോയ കാര്യങ്ങളൊക്കെ എഴുതാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കുത്തിയിരുന്ന് എഴുതുന്നതാണ്. ഒരു കുട്ടനെ ടോയ്സുമായിട്ട് അവിടെ ഇരുത്തി, ഒരു കുട്ടനെ ഇവിടെ ഇരുത്തിയിട്ടുണ്ട് അരികത്തിരുന്ന്. ഒരു 4-5 പേജ് ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ എഴുതി തീർത്ത് അയച്ചു കൊടുത്തു. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. അടുത്ത വീഡിയോ കാണാൻ എല്ലാവർക്കും